ഷൂസോ അറിയില്ല, ഇതാ കിടക്കുന്നു. അങ്ങനെ അവസാനം നമ്മുടെ കെയറിങ് ഏട്ടായിയുടെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുവാണ്. റോഷൻ ബ്രോ ഇല്ലേ, തുറക്കാൻ പറ്റുന്നില്ലല്ലോ ഇത്. യെസ്, തുറന്നു. ഞാൻ അവസാനം നമ്മുടെ തലസ്ഥാനമല്ല, ന്യൂയോർക്കല്ല തലസ്ഥാനം, ക്യാപിറ്റൽ വരുന്നത്. ഓ എൻ്റെ പള്ളി, ഇന്നത്തെ ക്ലൈമറ്റ് ഇവിടെ വേറെ ലെവലാണ് കേട്ടോ. ഫുള്ള് മഴയും കാറ്റും, വെയിൽ അത്ര ഇല്ലതാ, ഫുള്ള് മഴയാണ് കേട്ടോ. ഇന്ന് 4 ദിവസം മുന്നേ, ഞാൻ വരുന്നതിന് 1 ദിവസം മുന്നേ ഇവിടെ ഫുള്ള് സ്നോ ആയിരുന്നു. പിന്നെ സ്നോ കട്ടായിട്ടുള്ള ദിവസമായിരുന്നു, നല്ല തണുപ്പായിരുന്നു. ഇപ്പോൾ താണ്ട് ഇവിടെ മഴ കേട്ടോ. അപ്പം ഞാൻ റോഷൻ ബ്രോയുടെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. റോഷൻ ബ്രോ, ഗുഡ് മോർണിംഗ്. പോകാൻ നല്ല വിഷമമുണ്ട് കേട്ടോ. വിഷമമുണ്ടോ? അങ്ങനെ വിഷമിക്കണ്ട, സേഫായിട്ട് പോകണം. തീർച്ചയായിട്ടും. ഇത് മുടിയിലൊന്നും വെച്ചില്ല, കുഴപ്പമില്ല. കെയറിങ് ഉണ്ടോ? കെയറിങ് എന്റെ ഭാര്യ പോലും ഇങ്ങനെ കെയർ ചെയ്യുന്നുണ്ടോ കേട്ടോ ഭാവിയില്. പിന്നെ ഇത്രയും പേര് കാണുന്നില്ലല്ലോ. നിക്ക് ബ്രോ പോയി. നമ്മൾ ഏതാ വണ്ടിയിലാണ് ഓടേണ്ടത്? നമ്മള് കണ്ടോ ആ വണ്ടി, ആ ദൂരെ ഇരിക്കുന്ന വണ്ടി കണ്ടോ, ഏത് അവിടെ തറയിരിക്കുന്ന ഹോണ്ട സിവിക്. ഓ, മലയാളി നമ്പർ പ്ലേറ്റ്, ഒരു മലയാളി നമ്പർ പ്ലേറ്റ് ഉള്ള വണ്ടി. ഓടട്ടെ, അല്ലെങ്കിൽ മഴ. നല്ല മഴ കേട്ടോ. ബ്രോ, സാധനം പുറകിൽ വെക്കണ്ടേ? മലയാളി 7 MALAYAL ഇല്ല കേട്ടോ, അത് വേറെ ഒരു മലയാളി സ്വന്തമാക്കി. അതുകൊണ്ട് പുള്ളി അതിന് പകരം 7 ഇട്ടേക്കാണ്. തുറക്കാൻ പറ്റുന്നില്ല. പുള്ളി ഷൂസ് ബിസിനസ്സാ. ഇത് അക്ഷയ് ബ്രോ. ബ്രോന്റെ വണ്ടിയിൽ മലയാളിയുടെ അറ്റത്ത് ഐ ഇല്ലല്ലേ? ഐ ഒരാളെ നേരത്തെ എടുത്തല്ലേ? ന്യൂയോർക്കുള്ള നേരത്തെ എടുത്ത്, അതുകൊണ്ട് 7 ആക്കി അങ്ങ്. ഓ, വേറൊരു മലയാളി ഓൾറെഡി മലയാളിന്ന് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ലാസ്റ്റ് 7 ആക്കി കേട്ടോ. അപ്പോൾ ഇവർ എന്നെ ട്രെയിൻ സ്റ്റേഷനിലോട്ട് കൊണ്ടുവിടാണ്. എന്നിട്ട് ഞാൻ ട്രെയിൻ എടുത്തിട്ട് ഞാൻ പോകുന്നത് ന്യൂജേഴ്സി, വേറെ സ്റ്റേറ്റിലോട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പോകുന്നത്. അങ്ങനെ ഞാൻ ഇനി പോവുകയാണ് ഇവിടെ നിന്ന്. ഞാൻ നമ്മുടെ സബ്വേ എടുത്തിട്ട് ഞാൻ സിറ്റിയിൽ പോകുന്നു. സിറ്റിയിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ അടുത്തൊരു ട്രെയിൻ എടുത്ത് നമ്മുടെ ചിക്കാഗോ അല്ല, ന്യൂജേഴ്സി ഭാഗത്തോട്ട് പോവുകയാണ്. ടാപ്പ് ചെയ്ത് തരുവാണ് ഞാൻ. എന്നിട്ട് സബ്വേയുടെ ഉള്ളിലോട്ട് കയറുവാണ്. പുള്ളി ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പുള്ളിക്ക് ഫ്രീ ആണ് കേട്ടോ. അപ്പം ശരി, കാണാം കേട്ടോ. ചേട്ടാ ശരി കേട്ടോ. ഇനി ഞാൻ സിറ്റിയിലോട്ട് പോകാനുള്ള ട്രെയിൻ ഓൾറെഡി കിടക്കുവാണ് കേട്ടോ. സബ്വേ എടുത്തിട്ട് ഞാനൊരു സ്ഥലത്തോട്ട് വന്നു. ഇനി അടുത്തൊരു ട്രെയിൻ എടുക്കണം. അതെവിടെയാണെന്ന് പോയി അന്വേഷിക്കും. ക്രിസ്മസ് ആയതുകൊണ്ടുള്ള നമ്മുടെ ഇവിടുത്തെ ഡെക്കറേഷനും സംഭവങ്ങളൊക്കെയാണ്. ഇന്ന് നല്ല കാറ്റുണ്ട് കേട്ടോ. ഇത്രയും നേരം മഴയായിരുന്നു, അതുകൊണ്ടാണ് റോഡിൽ മുഴുവൻ നിങ്ങൾക്ക് വെള്ളപ്പൊക്കമായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നത്. എൻ്റെ അവസാനത്തെ ന്യൂയോർക്കിലെ ദിവസമാണ് ഇന്നത്തേത്. ന്യൂയോർക്കിൽ തിരക്ക് നോക്കണം കേട്ടോ. ക്രിസ്മസിന് ഇനി ഒരു 2-3 ദിവസം കൊണ്ട് കഴിയുമ്പോൾ ഇവിടെ തിരക്കിങ്ങനെ കൂടി വരും ന്യൂയോർക്കിൽ. പിന്നെ ന്യൂ ഇയർ ആകുമ്പോൾ അതിൻ്റെ അപ്പുറം വേറെ തിരക്കായിരിക്കും. ഞാൻ ഇനി ട്രെയിൻ കയറാൻ വേണ്ടി മുന്നോട്ട് നടന്നു പോവാണ്. ഇനി ന്യൂയോർക്ക് വന്നിട്ട് ഡൗൺ ഒന്നും അധികം നിങ്ങളെ കാണിച്ചില്ല. നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ട്രേഡ് സെൻറ്റർ, ആ സ്ഥലങ്ങളൊന്നും ഞാൻ നിങ്ങളെ കൊണ്ട് കാണിച്ചില്ല കേട്ടോ. നെക്സ്റ്റ് തവണ ഈ ന്യൂയോർക്കിൽ വരുമ്പോൾ ഞാൻ കാണിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ എന്തായാലും തിരക്കിട്ട് ഞാൻ ഇവിടെ നിന്ന് എന്തായാലും പോവുകയാണ്. പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് സംസ്ഥാനമാണ് NJ ട്രാൻസിറ്റ്. നമ്മുടെ ന്യൂജേഴ്സി അടുത്ത സംസ്ഥാനത്തിലോട്ടാണ് ഞാൻ പോകുന്നത്, വേറെ സ്റ്റേറ്റ്. ഇവിടെ എല്ലായിടത്തും ഇതുപോലുള്ള കുറേ ഫുള്ള് ലേറ്റാണോ? ട്രെയിനൊന്നും ലേറ്റാണോ? ഇവിടെ നോക്കിയാലും കുറേ കുറേ ബെഗേഴ്സിനെയും ഡ്രഗ് അഡിക്ട്സിനെയൊക്കെ ധാരാളം എല്ലായിടത്തും ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ട്രെയിനാണോ എന്തോ. ജസ്റ്റ് ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിന്. 1 മണിക്കൂറാണ് കേട്ടോ നമുക്കുള്ള ട്രാവൽ ജേണി. ഇതാണ്ട് ന്യൂജേഴ്സി ട്രാൻസിറ്റ്. ഇവിടെ എല്ലായിടത്തും ഇതുപോലുള്ള കുറേ ആൾക്കാരെ കാണാൻ കഴിയും കേട്ടോ. ഇത് കണ്ട് ആക്ച്വലി ഭയങ്കര കോമൺ ആയിരിക്കുകയാണ്. ഇവിടെ വേറെ ട്രെയിന്, അത് വേറെ എങ്ങോട്ടോ പോകുന്നത്, ഡബിൾ ഡെക്കർ ട്രെയിന്. ഈ കാണുന്നതാണ് നമുക്ക് കയറേണ്ട ട്രെൻഡർ എന്ന് പറയുന്ന ഒരു ഭാഗത്തോട്ടാണ് പോകുന്നത്. ഇത്രയും നേരം അയ്യോ, കാരണം കഴിഞ്ഞ രാത്രി ടൈം സ്ക്വയറിൽ പോയി ഫുള്ള് ഉറക്കമൊന്നുമില്ലായിരുന്നു. അതിൻ്റെ ക്ഷീണം ഞാനിപ്പം കിട്ടുന്നുണ്ട്. ഉറങ്ങിയാണ് നടക്കുന്നത് കേട്ടോ. ഞാൻ എൻ്റെ സ്റ്റോപ്പ് എത്താറായി.
നമ്മുടെ ന്യൂജേഴ്സിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ന്യൂജേഴ്സി സ്റ്റേറ്റിലെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ക്ലൗഡൊക്കെ താഴെ വന്നിറങ്ങിയിരിക്കുകയാണ്. ഒരു ഫോഗി ഇത് കേട്ടോ. ഇന്നത്തെ ക്ലൈമറ്റ് ആക്ച്വലി അങ്ങനത്തെ ക്ലൈമറ്റാണ്. ഞാൻ ട്രെയിനിൽ നിന്ന് ഉറക്കത്തിൽ എണീറ്റ് വന്നു എന്നെ പിക്ക് ചെയ്യാനായിട്ട്. ചേട്ടൻ്റെ പേര് നിതിൻ. നിതിൻ. എവിടെയാണ് നാട്ടില്? നാട്ടില് കോട്ടയം കുറവലങ്ങാട്. കോട്ടയം കുറവലങ്ങാട്. ഉറക്കമായതുകൊണ്ട് തന്നെ നാക്കൊക്കെ വിളിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് എഡിസൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ന്യൂജേഴ്സിയിലെ ധാരാളം ഇന്ത്യൻസ് അല്ലെങ്കിൽ മലയാളി പോപ്പുലേഷൻസും ധാരാളം ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഒരു എഡിസൺ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് സ്ട്രീറ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ ഒരു കല്യാണത്തിനൊക്കെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രീറ്റാണ്. ഇവിടെ നമ്മുടെ കല്യാൺ ജുവലേഴ്സ്, ഇത് നമ്മുടെ ഷാലിമാർ ഭക്ഷണശാല, ഇവിടെ വേറെ ഏതോ ഒരു ജ്വല്ലറിയാണ് ലഗ. ഇവിടെ മറ്റൊരു ജ്വല്ലറി ഷോപ്പ്, ഇതും ഇന്ത്യൻ ജ്വല്ലറി ഷോപ്പാണ്. കല്യാൺ ജ്വല്ലറി നമ്മുടെ കേരളത്തിൻ്റെത്, എനിക്കൊന്ന് തൃശ്ശൂറാണെന്ന് തോന്നുന്നു. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ മലബാർ ഗോൾഡ് അല്ലേ, കറക്റ്റ് നമ്മുടെ ഒരു മലബാർ ഗോൾഡും കല്യാൺ ജ്വല്ലറിയും കാണുമ്പോൾ നമുക്കൊരു കേരളത്തിൻ്റെ ഒരു ഫീല് വരും. മാത്രമല്ല മറ്റ് ഉത്തരേന്ത്യൻ ബ്രാൻഡുകൾ, ഉത്തരേന്ത്യൻ ഇപ്പോൾ വിറാനി ജ്വല്ലേഴ്സ്, സജിത ഒന്നും ഞാൻ കേട്ടിട്ടില്ല, സോണ ജ്വല്ലേഴ്സ്, നമ്മുടെ മാന്യവാർ ഡ്രസ്സൊക്കെ വിൽക്കുന്ന മാന്യവാർ, അതിൻ്റെ ഷോപ്പാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ കുറേ ഇത് ഫുള്ള് ഈ വഴി ഫുള്ള് ഈ ഒരു സ്ട്രീറ്റ് ഫുള്ള് ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് കേട്ടോ. ചൗപതി, സ്വീറ്റ്സ് ആൻഡ് സ്നാക്സ്, ഫുള്ള് ഇന്ത്യൻ ഷോപ്പുകൾ, കടകളേ ഉള്ളൂ. ഇന്ദിരാ സാരി, സുഹാഗ് ജ്വല്ലേഴ്സ്, പിന്നെ അങ്ങോട്ട് താണ്ടി നീണ്ടു നിൽക്കുന്ന കടകൾ. ഈ കാണുന്ന ഭാഗത്ത് കൃഷ്ണ ജ്വല്ലേഴ്സ്, ശിവസംഗം, ശഗുൻ, ഐശ്വര്യ, ഇതെല്ലാം ഓരോ ഇന്ത്യൻ ബ്രാൻഡുകളാണ് കേട്ടോ. ഓരോ ഇന്ത്യൻ ഡയമണ്ട്സ് ജ്വല്ലറീസൊക്കെ വിൽക്കുന്ന കടകളൊക്കെയാണ്. പറഞ്ഞോ. ഇത് ഓഫ് ട്രീ റോഡ്. ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ഷോപ്സും ഇപ്പം ദിവാലി സെലിബ്രേഷൻ എല്ലാം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ഒരുമിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഓഫ് ട്രീ റോഡ്. നമ്മൾ ഈ സ്ട്രീറ്റിൽ പോകുമ്പോൾ എല്ലായിടത്തും തന്നെ ഇന്ത്യൻ കടകളാണ്. ലൈക്ക് ജുവലറി ഷോപ്സ്, ടെക്സ്റ്റൈൽസ്, എല്ലാവിധ ബ്രാൻഡും നമ്മുടെ നാട്ടിലുള്ള സുപരിചിതമായ എല്ലാവിധ ബ്രാൻഡും നമുക്കിവിടെ വാങ്ങാനായിട്ട് പറ്റും. ഇവിടെ കൂടുതൽ ആരാണ്? പഞ്ചാബികളാണോ ഗുജറാത്തികളാണോ? അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല, ഒരു കണക്ക് അങ്ങനെ ഇല്ല. പക്ഷേ ലൈക്ക് ലോട്ട് ഓഫ് ഇന്ത്യൻസ് ആണ്. ഒത്തിരി ന്യൂജേഴ്സിയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ഉള്ള സ്ഥലമാണ് എഡിസൺ. തോമസ് ആൽവ എഡിസന്റെ പേരിലുള്ള ഒരു സ്ഥലമാണ് എഡിസൺ. അങ്ങനെയാണ് എഡിസൺ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. പുള്ളി ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ലൈക്ക് ഇവിടെയാണോ ജനിച്ചത് അതോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഹിസ് ഇൻവെൻഷൻസ് എല്ലാം സംഭവിച്ചത് ഇവിടെയാണ്. ബൾബൊക്കെ കണ്ടുപിടിച്ചത് ഇവിടെയാണ്, ന്യൂജേഴ്സി എഡിസണിലാണ് കണ്ടുപിടിച്ചത്. ഓക്കെ അടിപൊളി. തോമസ് ആൽവ എഡിസൺ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ബൾബ് കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസൺ ആണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ സ്ഥലത്തിന് എഡിസൺ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. നല്ല കാറ്റ്, നല്ല തണുപ്പ് കേട്ടോ, തണുത്ത് ഉപ്പാട് വരുന്നു. നമ്മുടെ മുത്തൂറ്റ് ഫിനാൻസ് അതുവരെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഇന്ന് ആക്ച്വലി വീക്ക് ഡേ അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ആളുകൾ ഇന്ന് ഷോപ്പിംഗ് ഒന്നും ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീക്കെൻഡിലാണെങ്കിൽ ആളുകൾ ഷോപ്പിംഗ് ചെയ്യുന്നതൊക്കെ ധാരാളം കാണാൻ സാധിക്കുമായിരുന്നു. ഇതൊരു സ്റ്റേഷനറി പ്ലസ് എംപോറിയം ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ് കേട്ടോ. നമ്മുടെ ദൈവങ്ങൾ, അങ്ങനത്തെ കുറേ സ്റ്റാച്യൂസ് സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കട. ഇത് നമ്മുടെ ചാറ്റ് കോർണർ, ബോംബെ സ്പൈസസ്. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ. ഇവരുടെ സമൂസ, ഓൾ കൈൻഡ് ഓഫ് മസാല പാൻ, എന്താണ് ദേശി ഗാലക്സി കടയുടെ പേരല്ലേ. പിന്നെ മോമോ, അങ്ങനെ എല്ലാം കിട്ടും കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ അകത്തായിട്ട് പല പല കടകളാണ് കേട്ടോ ഈ ഒരു ഇതിൻ്റെ അകത്തായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ബോംബെ സ്പൈസ്, പഞ്ചാബി എക്സ്പ്രസ്, പിന്നെ അപ്പുറത്ത് പാനിൻ്റെ കട, ഇവിടെ വേറെ ജ്യൂസുകൾ സംഭവങ്ങൾ, നമ്മുടെ ദോശ സംഭവങ്ങൾ, ഈ ഭാഗത്ത് നമ്മുടെ പാനിപ്പൂരി സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ. പിന്നെ കച്ചോടി, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. നമ്മുടെ തമ്പാക്കു, പാമ്പരാക്ക്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെ വിൽക്കാനായിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ഒരു കോഫിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കോഫി മാത്രമല്ല ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. അതല്ല കോമഡി, നമ്മൾ മറ്റേ ഇതില്ലേ അടയ്ക്ക പൊട്ടിച്ചിട്ടുള്ള ഇതുണ്ടല്ലോ, ഞാൻ നമ്മുടെ ഭാഷയിലേ പറയാൻ പറ്റുള്ളൂ. ഇവരുടെ അതിൻ്റെ ഒരു മണം തന്നെ തൊട്ടടുത്ത് തന്നെ ഇരിക്കാം കേട്ടോ. പുള്ളിക്കാരുടെ കയ്യിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ, കയ്യിൽ ഇതാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന പോലെ തന്നെ അതൊരിക്കലും ഇവർക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല അല്ലേ. അവരുടെ സംസ്കാരത്തിൽ അല്ലതാണല്ലേ സംഭവം.
ഞാൻ അവിടെ പോയി ഇത് കുറച്ച് നേരം നിന്നപ്പോൾ അതിൻ്റെ മണം എടുത്തിട്ട് എനിക്ക് തന്നെ എന്തോ പോലായി. ഇതിൻ്റെ ഇടയിൽ മുത്തൂറ്റിൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാനിതാണ്ടേ ഒരു വേൾഡ് മാപ്പിൻ്റെ മുന്നിലേക്കാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത്, ഞാൻ നേരത്തെ മുത്തൂറ്റ് കാണിച്ചില്ലേ, മുത്തൂറ്റിൻ്റെ അകത്താണ് നിൽക്കുന്നത്. ഇവിടെ കുറച്ച് ഒരു മലയാളിയൊക്കെ ഉണ്ട്. മലയാളി ഷൈ ആയതുകൊണ്ട് ഹായ് കാണിക്കുന്നില്ല കേട്ടോ. കമാൻഡർ ഇൻ ചീഫ് എൻ്റെ ആ ഒരു പ്രായമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കാണിക്കുന്നില്ല. അതിന് പകരം ഞാൻ വേറെ രണ്ടുപേരെ കാണിച്ചു തരാം. ചേട്ടനെ ഞാൻ ഓൾറെഡി കാണിച്ചു. വേറെ താങ്കൾ? എൻ്റെ പേര് അനിയൻ ജോർജ്. അനിയൻ ജോർജ്, എത്ര വർഷമായി, എന്ത് ചെയ്യുന്നു പറഞ്ഞോളൂ. എൻ്റെ പ്രായം അറിയാൻ എളുപ്പമുണ്ട്. 33 വർഷമായി. യേശു ജീവിതം ആരംഭിച്ചത് 30 വയസ്സല്ലേ, പിന്നെ പബ്ലിക് ലൈഫ് ആരംഭിച്ചത്. ഞാൻ 33 വർഷമായിട്ട് എൻ്റെ പൊതുജീവിതമായിരുന്നു. ഇനി ഞാൻ ഒരു ലോ പ്രൊഫൈലിലേക്ക് പോവുകയാണ്. ഫോമയുടെ പ്രസിഡൻ്റായിരുന്നു. നാട്ടിൽ നിന്ന് വന്നു. ഫോമ എന്ന് പറയുമ്പോൾ എന്താണ്? ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻ ഓഫ് അമേരിക്കാസ്. അമേരിക്കയിലും കാനഡയിലുമുള്ള 100ഓളം അസോസിയേഷൻ്റെ ഫെഡറേഷനാണ്. അപ്പോൾ എല്ലാം കൂടെ യോജിക്കുന്നതാണ്. ആ കോവിഡ് കാലത്തായിരുന്നു ഞാനും പ്രസിഡൻ്റായിരുന്നു. ആ കാലത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഇങ്ങനെ ഒരു ജന്മം കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. 100% എൻ്റെ ജീവിതത്തോട് ഞാൻ നീതി പുലർത്തിയിട്ടുണ്ട്. കാരണം എനിക്ക് തരാനുള്ള ഒരു മെസ്സേജേ ഉള്ളൂ. ആരൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ അവരെല്ലാം ആ ലൈഫ് എൻജോയ് ചെയ്യണം. ലൈഫ് എൻജോയ് ചെയ്യാതെ പോകരുത്. ഇപ്പം താങ്കളെപ്പോലെ തന്നെ ഈ 95 രാജ്യങ്ങൾ കറങ്ങി അടിച്ച് നമ്മൾ പറയല്ലോ, ലണ്ടൻ, ഫ്രാൻസ്, റോം കറങ്ങി ഈസ്ലിനിൽ വന്നപ്പോൾ അപ്പം നിങ്ങളുടെ ആ പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അതെല്ലാം മനുഷ്യരും ഇന്നത്തെ പ്രത്യേകിച്ച് യൂത്ത്, യു ആർ 26 years old, ആ യൂത്ത് ഒന്ന് കൂട്ടി പറയാം. അല്ല, ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലഹരിക്ക് അടിമയാവുന്ന അല്ലെങ്കിൽ വെറുതെ മറ്റ് പലതിലേക്കും ഡൈവേർട്ട് ചെയ്യുന്ന യൂത്തുണ്ട്. ആ യൂത്തിനെല്ലാം വലിയ ഉദാഹരണമാണ് അല്ലേ. ഇതിലുള്ളതുമില്ല. മഹിൽ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം ഒരു ത്രില്ലായിട്ട് എടുത്തുകൊണ്ട് ലോകം മുഴുവൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് അദ്ദേഹം ആ പോസിറ്റീവ് എനർജി അവിടെയാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് നമുക്ക് തരാനുള്ള ഒരു മെസ്സേജും അത് തന്നെ അല്ലേ. പിന്നെ തീർച്ചയായിട്ടും ഇവിടെ പിന്നെ ന്യൂജേഴ്സിയിലെത്തി. ഇവിടെ നിങ്ങൾ ഓക്ട്രി റോഡാണ്, അത് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ മലബാർ ജൂയാലുക്കാസ്, പിന്നെ കല്യാണ തുടങ്ങി ഒട്ടേറെ ജുവല്ലറികളും എല്ലാം ഉണ്ട്. ഈ പിന്നെ ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്നത്, അതായത് ന്യൂജേഴ്സിയിലെ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഏകദേശം എടുത്തു കഴിഞ്ഞാൽ ഇവിടാണ് നമ്മുടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഈ ടൗൺ എന്ന് പറയുന്ന എഡിസൺ, അതായത് തോമസ് എഡിസൺ അറിയാം, ബൾബ് കണ്ടുപിടിച്ചത് തോമസ് എഡിസൻ്റെ അവിടെ ടൗണാണ്. ഇവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട്, 1.5 മൈലാണ്, 1.5 മൈൽസ്. അത് ഓക്ട്രി റോഡെന്ന് പറയും. അതിനെയാണ് ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടുത്തെ മേയർ സാം ജോഷി, അദ്ദേഹം ഇന്ത്യക്കാരനാണ്. അദ്ദേഹം ഈയിടെ ഗവർണറെ കൂട്ടിക്കൊണ്ട് നമ്മുടെ കൊച്ചിയിൽ ഹയാറ്റി വന്നിരുന്നു. യൂസഫ് അലിയുടെ അടുത്ത് അവരെല്ലാവരെയും മുഖ്യമന്ത്രി എല്ലാം കണ്ടിരുന്നു. പിന്നെ വേറൊരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പോപ്പുലേഷൻ 40% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ ഇന്ത്യക്കാരാണ്. അപ്പോൾ അത് വിതിൻ എ ഇയർ അല്ലെ 2 yearsനുള്ളിൽ അത് 60 ആവും, 70 ആവും. 100% പോപ്പുലേഷൻ ഇന്ത്യക്കാരെ കൊണ്ട് മാത്രമുള്ള ഒരു ടൗണായിട്ട് എഡിസൺ മാറും. അതിനധികം സമയമൊന്നും വേണ്ട. എനിവേ, ഇതാണ് ന്യൂജേഴ്സിയിൽ എല്ലാവരും ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം എല്ലാം ഒരുമിച്ച് ഞങ്ങൾ ഒരുമയോടുകൂടി ജീവിക്കുന്നു. ഞങ്ങൾക്ക് മതങ്ങളില്ല, ഒന്നുമില്ല. ഞങ്ങളിവിടെ കാഞ്ചിൻ്റെ ഒഫീഷ്യലാണ്. അപ്പം കാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സി, അതും ഇങ്ങനെ അതിൻ്റെ ഓണത്തിനൊക്കെ 2000 ആൾക്കാർ വരുന്നൊരു സംഭവമാണ്. അപ്പം പിന്നെ ടോം ആണെങ്കിൽ ഇത് ഈയിടെ സഞ്ജു സാംസണെ അമേരിക്ക വന്നപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു പിന്നെ റിസപ്ഷൻ കൊടുത്തു. അത് തന്നെയുള്ള ഫോമയുടെ ലീഡറാണ്, കാഞ്ചിൻ്റെ ലീഡറാണ്. ഞാൻ ഇവരുടെ കൂടെ നടക്കുമ്പോൾ എനിക്ക് ഒരു യുവാവാണെന്നുള്ളൊരു പ്രതീതി. ശരീരം 60-ലാണെങ്കിലും മനസ്സ് ഇവരെ പോലെ 17-ഉം 18-ഉമായിട്ട് നമ്മൾ നടക്കുകയാണ്. നമുക്ക് ഓക്ടറി ഒന്ന് പോയി കണ്ടാലോ? തീർച്ചയായിട്ടും. ചേട്ടനാണ് കേട്ടോ എന്നെ വിളിച്ചത്. ചേട്ടൻ്റെ പേര്
ടോം ചേട്ടനാണ് എൻ്റെ വീഡിയോ ഒക്കെ കാണുമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത്. ഇന്ന് ആക്ച്വലി ഞാൻ DC പോവേണ്ടതാണ്, പിന്നെ DCയുടെ ബസ് ക്യാൻസൽ ചെയ്തു. അങ്ങനെ ചേട്ടൻ കാരണം ഇവരെല്ലാവരെയും കാണാൻ പറ്റി, ഈ സ്ഥലം കാണാൻ പറ്റി, ഇവരുടെ കൂടെ ബട്ടർ ചിക്കൻ കഴിക്കാൻ പറ്റി. ഇപ്പൊ കുറച്ച് ഇന്ന് നല്ലപോലെ ഉറങ്ങിയില്ല കേട്ടോ, കഴിഞ്ഞ ദിവസം രാത്രി അതിന്റെ ഒരു ക്ഷീണമുണ്ട്. അപ്പൊ താങ്ക് യു കേട്ടോ. ചേട്ടൻ എത്ര വർഷമായി? ഞാനിവിടെ വന്നിട്ട് ഇപ്പം 10 വർഷമായി. 12 വർഷമായി. ഞാൻ ആദ്യം വന്ന് 2008. ചേട്ടൻ എവിടെ? നാട് ഇടുക്കി കട്ടപ്പന. ഇടുക്കി. എവിടെയായിരുന്നു? എന്റെ മല്ലപ്പള്ളി. ചേട്ടൻ എവിടെയായിരുന്നു? കോട്ടയം. 3 ജില്ലക്കാരാണ്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, പിന്നെ ഞാൻ തിരുവനന്തപുരം. നാല് ജില്ല. പത്തനംതിട്ടക്കാരെല്ലാവരും നല്ലവരാണ്, വളരെ സിൻസിയർ. ഇടുക്കിക്കാരെല്ലാം വളരെ നിഷ്കളങ്കരാണ്. തിരുവനന്തപുരം അതിനെക്കാട്ടി നല്ലവരാണ്. അത് ഏറ്റവും നിഷ്കളങ്കരായ മനുഷ്യരെ തിരുവനന്തപുരം. അത് തന്നെ തിരുവനന്തപുരം. ഇവിടെ ഞാൻ ഈ പെട്ടെന്ന് ഈ ഇവിടുത്തുകാര നമ്മൾ 4 ജില്ലക്കാരാണെങ്കിലും ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഒരു 50% ഓഫ് മലയാളീസ് ഫ്രം പത്തനംതിട്ട ജില്ല. അത് പറയുകയാണെങ്കിൽ മല്ലപ്പള്ളി, റാന്നി, കോഴഞ്ചേരി, തിരുവല്ല, കുമ്പനാട്, ഇങ്ങനെ അങ്ങ് നീണ്ടു പോകുന്നു. അവിടെ ഇപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ പോലും പിന്നെ പിള്ളേർ സെറ്റില്ല. എല്ലാവരും ഒന്ന് യൂറോപ്പ് ഹയർ സ്റ്റഡിക്കും പോയി. ഒരു വല്യപ്പനും ഒരു വല്യമ്മയും ഒരു പട്ടി ഉണ്ടെങ്കിൽ അത് ഭാഗ്യം. നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ നടന്നാൽ ഒരു മനുഷ്യരെ പോലും വഴി കാണാനില്ല. ഇപ്പം നാട് മാറിപ്പോയി. ആ ഏരിയയിലെ കുമ്മനാടെന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ബാങ്കുകളുള്ളത്. ചൈനയെ കൂടുതൽ കാണും, പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബാങ്കുകളുള്ള സിറ്റിയായിരുന്നു കുമ്മനാട്. സോ ദാറ്റ് ഈസ് ഇൻ പത്തനംതിട്ടയില്ല. ശബരിമല പത്തനംതിട്ടയില്ല, പരിമല പത്തനംതിട്ട, ഏറ്റവും പ്രശസ്തമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്ന പത്തനംതിട്ടയില്ല. ഇടുക്കിയില്ല. നമ്മൾ കുറച്ച് നടന്നിട്ട് വരാം. നമ്മുടെ അഹമ്മദിയയുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് അതോ ദ മെസ്സിയ ഹാസ് കം. അതായത് അഹമ്മദിയ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഞാൻ ഇസ്രായേലിൽ പോയപ്പോൾ പരിചയപ്പെട്ടു, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. അഹമ്മദിയാക്ക് മിഷിയായിക്കൊണ്ട് മിഷിയ വന്നത് പഞ്ചാബിൽ നിന്നാണ് കേട്ടോ, ഇപ്പോഴത്തെ പാകിസ്ഥാനിൽ നിന്ന്. കറൻ്റ്ലി ഇന്ത്യയുടെ പഞ്ചാബിൽ നിന്ന് എന്തോണ് അവിടുത്തെ അവരുടെ മിഷിയ എന്ന് പറയുന്നത്. അത് ഇസ്ലാമിലെ വേറൊരു സെക്റ്റാണ്. അവരെ മുസ്ലിങ്ങളാണെന്ന് മറ്റുള്ള മുസ്ലിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതാണ് കേട്ടോ അഹമ്മദിയയുടെ ഒരു പരസ്യ ബോർഡുള്ള വണ്ടിയാണ് ഞാൻ പോയത്. നമ്മൾ മലബാർ ഗോൾഡിലോട്ട് വെറുതെ വന്നതാണ് കേട്ടോ. മലബാർ ഗോൾഡ് നമ്മൾ നമ്മുടെ അനിയൻ ജോർജ് അങ്കിളിനെയൊക്കെ ഇവിടെ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇനി എവിടെ പോകുന്ന അറ്റ്ലാന്റിസ് സിറ്റി, അതായത് നമ്മുടെ കടലിനോട് അടുത്തായിട്ടുള്ള ഒരു ലാസ് വേഗാസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മിനി ലാസ് വേഗാസ്. ഈ ഒരു റീജിയൻ്റെ മിനി ലാസ് വേഗാസ്. കാസിനോസും ക്ലബ്ബുകളും ബാറുകളും പബ്ബുകളും ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് ഹബ്ബുകളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ടെസ്ലയിൽ സെൽഫ് മോഡ് ഇട്ടിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. ടെസ്ല ഇവിടെ വില കുറവാണോ? നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ വില കുറവാണ്. ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് റേറ്റിലാണ്. മസ്കിനെ കാണാനില്ലല്ലോ. ട്രംപുമായിട്ട് അടിയുണ്ടാക്കിയതിനു ശേഷം മസ്ക് ആക്ച്വലി കുറച്ച് ക്വൈറ്റായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. മസ്ക് ഭയങ്കര ഒരു ലെവലിൽ വന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പം മസ്കിന് ഒരു ശബ്ദം കേൾക്കാനില്ല. ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ക്ലൗഡ് കേട്ടോ, ഭയങ്കര ഒരു ബ്ലൂ കളറിൽ. വാവ്. ഇതോക്കിക്കേ എൻ്റെ അമ്മോ. നമ്മൾ ചേട്ടൻ്റെ വീട്ടിലോട്ട് കാരണം കാസിനോയൊക്കെ പോകുമ്പം എൻ്റെ ഈ കൂതറ ഡ്രസ്സ് ഈ പോട്ടാന്നുള്ള കാരണത്താൽ ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ കുറേ ഇങ്ങനത്തെ ഇൻഡിപെൻഡൻറ്റ് ഹൗസസ് ആണ് കേട്ടോ ഈ കാണുന്ന ഏരിയ മുഴുവനായിട്ട്. അറ്റ്ലാന്റ പോകുന്ന വഴി അറ്റ്ലാന്റ വേറെ സ്ഥലത്താണ്, അറ്റ്ലാന്റിക് സിറ്റി വേറെ സ്ഥലത്താണ്. അറ്റ്ലാന്റിക് സിറ്റി പോകുന്ന വഴിയിൽ കാണുന്ന വീടുകളൊക്കെയാണ് കേട്ടോ ഇവിടെ. ക്രിസ്മസിന്റെ ഭാഗമായിട്ടുള്ള ലൈറ്റുകളൊക്കെ. ഇല്ലല്ല, ഞാൻ വന്നോളാം അകത്തോട്ട്, കുഴപ്പമില്ല. ലാസ്റ്റ് ക്ലിപ്പ് എടുത്ത് എവിടെയെന്ന് ഓർമ്മയില്ല. ഞാൻ ഒരു 1-2 മണിക്കൂറായിട്ട് കാറിൽ കിടന്നുറങ്ങി. നമ്മൾ അറ്റ്ലാന്റിക് സിറ്റി എന്ന് പറഞ്ഞ ഭാഗത്തോട്ട് വന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ ഒരു സീ ഫുഡ് ബോയിൽ
കഴിക്കാൻ വേണ്ടി വന്നതാണ്. സീ ഫുഡിനെ ബോയിൽ ചെയ്തിട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ്. നല്ല തണുപ്പ് കേട്ടോ. ഇന്ന് എവിടെയൊക്കെ മരമൊക്കെ ഒടിഞ്ഞ് വീണ് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുവാണ്. ഇവിടെ നമ്മൾ ഇവരുടെ കൂടെ വന്നതാണ്. ഇതിൻ്റെ കൂടെ വേറൊരു എക്സ്ട്രാ ഒരു ചേട്ടനോട് വന്നിട്ടുണ്ട്. ഹായ്. ഹലോ. ചേട്ടൻ്റെ പേരെന്താ? സുബിൻ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? എത്ര നാളായി? ഞാനിപ്പോൾ 2009 US വന്നതാണ്. സുബിൻ ആണ്, നാട്ടിൽ എഞ്ചിനീയർ ആണ്. ഇപ്പം ഒരു ഫാർമ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഡയറക്ടറായിട്ട്. എന്ത് എഞ്ചിനീയറാ? IT ആണ്. IT. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇവർ രണ്ടുപേരും IT ആണ് കേട്ടോ. ഇവർ രണ്ടുപേരും IT ആണ്. ചേട്ടനും IT ആണോ? 3 പേര് IT. ഓ, ചേട്ടനും IT ആണ്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. ഓ, ഞാൻ നാട്ടിലെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തിട്ട് അവിടുന്ന് US വന്നതാണ് 2009. 2009. അപ്പം 19, 20, 16 വർഷം. കാൻസർ സിറ്റിയിലായിരുന്നു 2009 തൊട്ട് 12 വരെ. 12 ന്യൂജേഴ്സിയിലേക്ക് പോകും. അവിടെ ഇഷ്ടം? ഇവിടെ ഇഷ്ടം? കാൻസർ സിറ്റി ഈസ് ബെറ്റർ ദാൻ ന്യൂജേഴ്സി. അത് വേറൊരു വൈബ് അല്ലേ? ഒരു അമേരിക്കൻ വൈബ്. പക്ക അമേരിക്കൻ വൈബ്. ഭയങ്കര റിലാക്സ്ഡ്. അതെ അതെ അതെ. പീപ്പിൾ ആർ സ്ലോ. ഇവിടെ എല്ലാവരും ഭയങ്കര ഫാസ്റ്റ്. ഓടി നടക്കണം. സോ ദാറ്റ്സ് എ ബിഗ് ഡിഫറൻസ്. അപ്പോൾ നമ്മൾ സീ ഫുഡ് ബോയിൽ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കഴിക്കാൻ വേണ്ടി പോകുന്നു. He's very hot. He needs to cool down. Yeah, really hot. അപ്രോനൊന്നും നേരെ ചൊവ്വ കെട്ടാൻ വയ്യ. കാറിൽ കിടന്നിട്ട് എൻ്റെ കഴുത്തെല്ലാം കുളുക്കി കേട്ടോ. ഉറങ്ങി. നല്ല ഉറക്കം വരുന്നത്. ഇവര് സംസാരവും ഇവരെന്തൊക്കെയാ പരിപാടിയായിരുന്നു. ഞാൻ സുഖമായിട്ട് ഉറങ്ങിയോണ്ട് എനിക്ക് ഇപ്പം ഒരു എനർജി വന്നു കേട്ടോ. ഇനിയിപ്പോ ഇലോൺ മസ്ക് പണി കൊടുത്താ. ഇലോൺ മസ്ക് പണിയാന്ന് കണ്ടുപിടിച്ചിട്ട് ഇവിടെയുള്ള ആളുകളെല്ലാം കൂടുതലും ചൈനീസ് സ്റ്റാഫാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ്. നമ്മളിവിടെ വന്നാൽ വലിയ എത്തനിസിറ്റി കാണാൻ പറ്റുന്നത് മെക്സിക്കൻസ്, പിന്നെ ഇന്ത്യൻസ്, ചൈനീസ്, പിന്നെ ആരാ? കൊളംബിയൻസ്. അത് മെക്സിക്കൻസ് ആണ്. ലാറ്റിനിലെ മെക്സിക്കൻസ് അല്ല, ഏറ്റവും കൂടുതൽ മെക്സിക്കൻസ് US-ൽ. ഇവിടുത്തെ ഒരുവിധം ഉള്ള ജോബ്സ് ഒക്കെ ചെയ്യുന്നത് കിച്ചണിലെ ജോബ്സും ബാക്കിലുള്ള വർക്കുകളെല്ലാം ചെയ്യുന്നത്, മസിൽ വേണ്ട എല്ലാ പണിയും ചെയ്യുന്ന എല്ലാ ഡെയിലി വേസിന് വർക്ക് ചെയ്യുന്ന എല്ലാം ലാറ്റിൻ അമേരിക്കൻ ആയിട്ട്. മെക്സിക്കൻസ് എന്ന് തന്നെ പറയാൻ പറ്റില്ല. അത് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ആണ്. മെക്സിക്കൻസ് ലാറ്റിനിലുള്ളതിൽ കൂടുതൽ മെക്സിക്കൻസ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു US-ലുള്ള ഇമിഗ്രൻസിൽ ഏറ്റവും കൂടുതൽ മെക്സിക്കൻസ്. പിന്നെ സൗത്ത് ഈസ്റ്റ് അങ്ങോട്ടില് ഇന്ത്യക്കാര് കൂടുതൽ, പിന്നെ ചൈനീസ് അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആരാ കൂടുതൽ? ചൈനീസ് അല്ലാതെ നമ്മുടെ ഏഷ്യ സൈഡില് ഫസ്റ്റ് ഇന്ത്യ, പിന്നെ ചൈനീസ്, കൊറിയൻസ് ഉണ്ട്. ചൈനീസും കൊറിയൻസും യു കനോട്ട് ഐഡന്റിഫൈ. നമുക്ക് ഐഡന്റിഫൈ പറ്റില്ല. അവരുടെ ലാംഗ്വേജ് അവർക്ക് ഐഡന്റിഫൈ. ഓക്കെ. ഇതാണ് കേട്ടോ നമ്മുടെ സാധനം. ഇത് വേറൊരു സാധനം കൊണ്ടുവരല്ലേ നീ? ഓക്കെ. നെടുത്തിട്ടുണോ? അങ്ങനെ ഇട്ടോ. അങ്ങനെയല്ലേ ഇട്ടോ. ആരെ പേടിക്കണ? ലീക്കായി അവര് തുടച്ചോളുന്നു. ഇവിടെ ടിപ്പ് കൊടുക്കണം. ബ്രോ ഇട്ടോ. ഇവിടെ നമ്മൾ ടിപ്പ് കൊടുക്കാതെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഒരു നാണക്കേട് പോലെയാണ് കേട്ടോ. അല്ലേ? ഇതാണ് വില കൂടിയ സാധനം. ലോബ്സ്റ്റർ, കോണ്, പൊട്ടാറ്റോ, പിന്നെ ക്രാബ്. മസിൽസ് എവിടെ? അവിടെ കണ്ടു. മസിൽസ് ഉണ്ട്, പ്രോൺസ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ മുട്ട, പിന്നെ എന്താ ഇത്ര തന്നെയാണ്. ഇതിന് പൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ എന്താ പറയുന്നത്? 1 പൗണ്ട് എന്ന് പറഞ്ഞാൽ 1 കിലോ. 0.6 കിലോസ്. 0.6 ആണ് ബേസിക്കലി കേട്ടോ. അപ്പൊ ഇവിടെ US-ലെല്ലാം ഇത് വെച്ചിട്ടാണ് കാണുന്നത്. എല്ലാം പൗണ്ടാണ്. ഞാൻ ഇനി ഇതൊന്ന് കഴിച്ചു പോട്ടെ. കുറച്ചുകൂടെ ജ്യൂസി ആണ്. എന്താ കേട്ടോ, എനിക്ക് ഫുഡൊന്നും കഴിക്കാനുള്ള മൂഡില്ല. എന്താന്തോ ഞാൻ മസിൽസ് വെച്ച് തുടങ്ങാം. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള എരിവാണ്. നമുക്ക് ആവശ്യമുള്ള ഫ്ലേവറും ഇതൊന്നുമില്ല. സ്പൈസിനെസ് നമുക്ക് ചെയ്ത് തരും കേട്ടോ അവര്. ഫയർ സ്പൈസി ഉണ്ട്. നമ്മളെ കൊണ്ടൊന്നും വാങ്ങിക്കും. ഇപ്പം തൽക്കാലം ഇവിടെ നമുക്ക് ഇതൊക്കെ മുറിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്താൽ മതി. എന്നിട്ടൊന്നും ഓടിച്ചെടുത്തോ. വേറെ ഓടിച്ചെടുത്തോ. 2 ലെവലുണ്ട്. ഓടിക്കണം. എന്നിട്ട് നീ കൈ വെച്ചോടിച്ചോ. അപ്പുറത്ത് കൂടെ ചെയ്യും. ഓപ്പോസിറ്റ് ചെയ്യും. നമ്മുടെ ഫുഡിൻ്റെ ഇത് വന്ന കേട്ടോ ബില്ല്.
ഇത് വന്നത് $100 കേട്ടോ. $100 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 9,700 രൂപ ഇപ്പോഴത്തെ വില അനുസരിച്ച്. 9,000 90 ഇപ്പം 90.5. അപ്പോൾ 9,000 രൂപ നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ടിപ്പ് കൊടുക്കണം. ഗ്രാറ്റുവിറ്റി ആഡ് ചെയ്തിട്ടില്ല, ഗ്രാറ്റുവിറ്റി ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് മിനിമം $15 വരുന്നുണ്ട്. മിനിമം $15 നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പം എല്ലാം കൂടെ ഒരു 115 അത് അത്രയും രൂപ വരും കേട്ടോ. അതായത് ഒരു 10,000 രൂപയാണ് ബില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ നമ്മുടെ അറ്റ്ലാന്റിക് സിറ്റിയിലോട്ട് നമ്മൾ കടന്നു വന്നിട്ടുണ്ട്. ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. കുറേ ബിൽഡിങ്ങുകളും കുറേ ലൈറ്റുകളും കാണാൻ സാധിക്കുന്നില്ലേ. ഇതെല്ലാം കാസിനോകളും സംഭവങ്ങളാണ്. നമ്മൾ നേരെ പോകുന്നത് ബീച്ച് ഭാഗത്തോട്ടാണ്. ഈ കാണുന്നതെല്ലാം തന്നെ ഓരോ ഇതാണ് കേട്ടോ, ഓരോരോ കസിനോകളാണ്. ഇത് അങ്ങോട്ട് നമുക്ക് വേറെ കസിനോകൾ ആ ഒരു ഭാഗത്തോട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മളങ്ങനെ ഇവിടെ കാസിനോ ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട്. കാസിനോയുടെ തന്നെ ഹോട്ടലിലാണ് കേട്ടോ ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവരുടെ കൂടെ. നിങ്ങൾ കളിക്കുന്നുണ്ടോ? ഗെയിം കളിക്കുന്നുണ്ടോ? ജയിച്ചാൽ എൻ്റെ ഉത്തരവാദിത്തം, എൻ്റെ ലക്ക്. തോറ്റാ ഞാനൊന്നുമല്ല കേട്ടോ. തോറ്റാ നിങ്ങളുടേതാ. നമ്മുടെ ട്രോപ്പിക്കാന എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ. ഇന്ന് ഇവരാരും വീട്ടിൽ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ ഓൾറെഡി പല സ്ഥലങ്ങളിൽ നിന്ന്, അതായത് നമ്മുടെ ന്യൂയോർക്കിൽ നിന്ന് അല്ലെങ്കിൽ ന്യൂജേഴ്സിയുടെ ഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ തൊട്ടടുത്തുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ, ഫിലാഡൽഫിയ, ന്യൂയോർക്ക് ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ആളുകൾ കസിനോ കളിക്കാൻ, ഗെയിം കളിക്കാനൊക്കെ ഈ ഒരു സ്ഥലത്തോട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുമ്പോൾ ലാസ് വേഗാസ് അല്ലേ. ലാസ് വേഗാസിൽ പോയിട്ട് കളിക്കാനുള്ള ദൂരവും സമയവും ഒന്നും ആളുകൾക്ക് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ചില ആളുകൾ ഇവിടെ വരും. നമ്മുടെ കാസിനോ പോകുന്ന അങ്ങോട്ട് നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഇനി റൂമിലോട്ട് പോവാണ്. നമ്മുടെ റൂമിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് അമേരിക്കയിലെ എൻ്റെ ആദ്യത്തെ ഹോട്ടൽ റൂം. അമേരിക്കയിലെ ആദ്യത്തെ ഹോട്ടൽ റൂം കേട്ടോ. ടയേർഡ് ഹോട്ടലിൽ കണ്ടപ്പം കിടക്കാൻ തോന്നുന്നു, ഉറങ്ങാൻ തോന്നുന്നു. നമ്മൾ വീണ്ടും റൂം മാറ്റി കേട്ടോ. കാരണം മറ്റേ റൂമിൽ ഭയങ്കര സ്മെല്ല്. ഇവിടെ ഒരു വാഷ്റൂം. പഴയ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇത് പഴയ ഹോട്ടൽ റൂമാണ്. അതുകൊണ്ടാണ് കേട്ടോ പഴയ ടവർ അല്ലേ. അവിടെ ഉള്ള 6 ഡിഫറെന്റ് ഹോട്ടലുകളെ വാങ്ങിച്ചിട്ട് ട്രോപ്പിക്കാന ബ്രിഡ്ജുകൾ പണിഞ്ഞിട്ട് അവരങ്ങനെ ആക്കിയേക്കാം. ട്രോപ്പിക്കാന ഇവിടുത്തെ വലിയ കാസിനോ, ഒരു വലിയ കാസിനോ അവര് എവിടെയുണ്ട്, ലാസ് വേഗസ് ഓൾസോ. അപ്പൊ അവരുടെ മെയിൻ ബിൽഡിങ്ങിന് അടുത്തുള്ള ഹോട്ടലുകളെല്ലാം വാങ്ങിച്ചിട്ട് ഒരു ബ്രിഡ്ജ് ഇട്ടിട്ട് അത് അവിടോട്ട് റൂംസ് ഇട്ടേക്കാണ്. അപ്പൊ നമ്മളിപ്പോ അങ്ങനെ ഒരു ചെൽസ ടവർ എന്ന് പറയുന്നത്, ചെൽസ ഹോട്ടലായിരുന്നു പണ്ടത്. അപ്പൊ ചെൽസ ടവറിലാണ് നിൽക്കുന്നത്. ഇറങ്ങിയിട്ട് നമ്മളിവിടെ കാസിനോ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. പ്രായമുള്ള ആൾക്കാരുടെ ഞാനിന്ന് ക്ലബിങ്ങിനും ഇന്നൊരു ബാച്ചിലേഴ്സ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി ഞാൻ ഇവരുടെ കൂടെ പോവാണ്. സത്യത്തിൽ ബാച്ചിലർ ആയിട്ടുള്ള ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ? അതെ, ഞാനും ബാച്ചിലറില്ല. 2 കുട്ടിയുണ്ടോ കേട്ടോ, 2 കുട്ടി. ഇതുപോലെ പല കസീനോകളുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ടാങ്കോ ബാർ, ഇവിടെ നമ്മുടെ കസീനോ ഗെയിംസിന്റെ ഒക്കെ സെക്ഷനാണ് ഈ ഒരു ഭാഗത്തോട്ടെല്ലാം. ഈ ഒരു ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. അവരുടെ തന്നെ കുറെ ഷോപ്പുകൾ, സംഭവങ്ങൾ. നമ്മുടെ ക്രിസ്മസ് ട്രീ ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു മെയിൻ, എന്താ പറയുക, ഒരു സെൻട്രൽ പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. കുറേ സാന്റാക്ലോസിനെയൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവരെല്ലാവരും, പല ആളുകളും പൈസ പഠിക്കാൻ വേണ്ടി, പൈസ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ധാരാളം പേരെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ സ്പെഷ്യലി കുറേ ആൾക്കാർ അടിച്ചു പൊളിക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവങ്ങളുണ്ടല്ലോ, അതിനൊക്കെ വേണ്ടി വരുന്നൊരു സ്ഥലമാണ്. ഒരു മിനി ലാസ് വേഗാസ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഒരു സാധനം നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു ട്രീ. പിന്നെ ഇവിടെ നമ്മുടെ ഒരു ക്യൂബൻ റെസ്റ്റോറൻറ്റ്, ക്യൂബൻ ഫ്ലാഗിലുള്ള നമ്മുടെ പഴയ അംബാസിഡർ ആ ഒരു ടൈപ്പ് കാറ്. ഇതിൻ്റെ ബ്രാൻഡ് എനിക്കറിയില്ല കേട്ടോ. ഇത് ക്യൂബയിൽ ധാരാളം ഇതുപോലുള്ള കാറുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വിചാരിക്കുന്ന പോലെ അല്ല, നല്ല തണുപ്പ് കേട്ടോ. തണുപ്പും കാറ്റും. നമ്മൾ വേറെ കാസിനോയിൽ പോവാണ്. നല്ല തണുപ്പല്ലേ? ഓടിക്കോ. ഞാനിവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 1870 കാലഘട്ടത്തിൽ ബിൽഡ് ചെയ്ത
അതിനെന്താ പറയുന്നത്, വാക്കിംഗ് ബോർഡ് വാക്ക്, അതായത് ബീച്ചിനടുത്തുള്ള ഒരു ചെറിയ വുഡൻ ഫ്ലോർ കൊണ്ട് നിർമ്മിച്ച ഒരു വാക്കിംഗ് പാത്താണ്. അതിൻ്റെ അടുത്ത് ഈ ക്ലബ്ബുകളും പിന്നെ ധാരാളം കസീനോകളൊക്കെ ലൊക്കേറ്റഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ബീച്ച് ഷോറിൽ. അപ്പം നമുക്കിങ്ങനെ നടക്കാം. അതുവഴിയാണ് കേട്ടോ. അറ്റ്ലാന്റിക് സിറ്റിയുടെ ഡെവലപ്മെന്റ് നടന്നത് 1800 and 1900 ആണ്. 1800 മുതൽ 1900, 1900 ഉണ്ടായിരുന്നത്. നേറ്റീവ് അമേരിക്കൻസ്. ഡെവലപ്മെന്റ് ലൈക്ക് പെൻസിൽവാനിയ, ലൈക്ക് ഫെഡറൽ ഓ, നേറ്റീവ് അമേരിക്കൻസിനെ ഇവരെടുത്ത് കളഞ്ഞു. അങ്ങനെ പറയാൻ പറ്റില്ല. റെയിൽ കാസ്റ്റ് വന്നു, ഡെവലപ്മെന്റ് വന്നു. ഓക്കെ. ഇപ്പൊ അമേരിക്കയിലെ കസിനോസ് എല്ലാം ഓൺ ചെയ്യുന്നത് നേറ്റീവ് അമേരിക്കൻസ് ആണ്. അതൊരു പ്രിവിലേജ് കൊടുത്തേക്കാണ് ഗവൺമെന്റ്. ഓക്കെ. ആർക്കും കസിനോസ് ഓൺ ചെയ്യാൻ പറ്റില്ല, നേറ്റീവ് അമേരിക്കൻസ് മാത്രം. അപ്പൊ അത് വേറെ പല സ്ഥലങ്ങളിലും, അത് ലാസ് വേഗസിലും അങ്ങനെയാണോ? ലാസ് വേഗസിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വേറെ അല്ലാതെ പുറത്തായിരുന്നു. അവർക്കൊരു പ്രിവിലേജ് കൊടുത്തേക്കാം. അവർക്ക് അവർക്കുള്ള അവരെല്ലാം ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്തത്. അതെ അതെ, അമേരിക്ക വാസ് ഡെവലപ്ഡ്. നിങ്ങൾക്ക് അറിയാലോ, കൊളംബസ് ഇന്ത്യ കാണാൻ വേണ്ടി വന്നപ്പോൾ അബദ്ധത്തിൽ വഴി തെറ്റി അമേരിക്കയിൽ വന്നു. പിന്നെ യൂറോപ്പുകാരെല്ലാം അമേരിക്കയിൽ വന്നു. ഇവിടത്തുള്ള നേറ്റീവ് അമേരിക്കൻസ്, അതായത് മൂക്ക് ചപ്പിയ കുറച്ച് ആൾക്കാരായിരുന്നു ഇവിടുത്തെ ഒറിജിനൽ ആളുകൾ. അപ്പോൾ അവരെ ലാസ്റ്റ് അടിച്ചിറക്കി. അതാണ് ഇത്. പിന്നെ വെള്ളക്കാരായി. 1921 മിസ് അമേരിക്ക പേജിന്റെ ഇവിടെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഓക്കെ. അങ്ങനെയാണ് ഓൾ അമേരിക്ക ഐലൻഡ് ആയിരുന്നു പണ്ട്. ആക്ച്വലി ഈ സ്ഥലം ഭയങ്കര ഈ ക്ലബ്ബുകൾക്കും കസിനോകൾക്കും ഇതിനൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്ന സ്ഥലമായിരുന്നു. പിന്നെ പയ്യെ പയ്യെ ഇതിന്റെ പ്രാതിനിധ്യം കുറച്ച് കുറഞ്ഞു തുടങ്ങി. ഓ, നമുക്ക് തന്നെ ഇതാണ് ഇനി നമ്മുടെ ഈ കാണുന്ന വാക്കിംഗ് പാത്ത്. ഇതാണ് കേട്ടോ നമ്മുടെ ബീച്ച്. ഈ കാണുന്നതാണ്. ബോർഡ്വാക്കിൽ ഇപ്പോൾ പല കടകളും അടച്ചൊക്കെയാണ്. കുറെ ഈറ്ററീസ്, കുറെ സുവനീർ ഷോപ്സുകൾ. പിന്നെ വിന്റർ ആയതുകൊണ്ട് ആൾക്കാരില്ല. കൂടുതൽ സമ്മർ ആകുമ്പോൾ ഇവിടെ കൂടുതലായിട്ട് ആളുകളെ കാണാൻ സാധിക്കും. ഈ ബോർഡ്വാക്ക് എന്ന് പറയുന്ന ഒരു 4 മൈലാണ്. 4 മൈല്, അതായത് 5.5 കിലോമീറ്റർ ഉണ്ട്. 5.5 അല്ല, 6 കിലോമീറ്റർ അടുത്ത്. 6 കിലോമീറ്റർ അടുപ്പിച്ച് ദൂരമുണ്ട് കേട്ടോ ഈ കാണുന്നത്. ഇതെല്ലാം കണ്ടോ, ഇതെല്ലാം ചെറിയ റെസ്റ്റോറന്റ് ഒക്കെയാ. പിന്നെ ഇവിടെ മറ്റേ ഹാൻഡ് ബ്രീഡിംഗ് ഒക്കെ ഉണ്ട്. ഹാൻഡ് ബ്രീഡിംഗ് അതെന്താ സംഭവം? ഹാൻഡ് ബ്രീഡിംഗ് പറഞ്ഞേ, അത് മറ്റേ ബ്ലാക്ക് മാജിക് പോലത്തെ സാധനം. ഓ, ഹാൻഡ് റീഡിങ്. ഞാൻ കേട്ടത് ഹാൻഡ് ബ്രീഡിംഗ്. നിങ്ങളുടെ ഭാവി എല്ലാ സംഭവങ്ങളും ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഈ സ്ഥലം. ഞാൻ മുന്നോട്ട് നടന്നിട്ട് നമ്മൾ വേറെ കസിനോയിൽ പോവാണ്. കൈ താണ്ട് ഫ്രീസിംഗ് ആണ് കേട്ടോ, തണുക്കുന്നു. ഈ ബോർഡ് വാക്കിന്റെ അരികിലായിട്ടാണ് ഒരു മോസ്റ്റ് ഓഫ് ദ കാസിനോസ് ഉള്ളത്. നമ്മളിപ്പോ നമ്മൾ താമസിക്കുന്നിടത്ത് നമ്മൾ സീസേഴ്സിലോട്ട് വാക്ക് ചെയ്യണം. ഇതൊക്കെ ക്ലബ്ബാണ് കേട്ടോ, ബട്ട് ഇതെല്ലാം ഇപ്പൊ ക്ലോസ് ആണ്. ഇതെല്ലാം സമ്മർ സമയത്തല്ലേ ബീച്ചിലായിരിക്കും പാർട്ടി നടക്കുന്നത്. ബീച്ച് പാർട്ടീസ് ഹോസ്റ്റ് ചെയ്യും ഈ ബാർ. മണിക്കൂർ മസാജ് ഏകദേശം 5000 രൂപ അടുപ്പിച്ച്. ഇതുണ്ടല്ലേ പാം റീഡിങ് സാധനങ്ങള്, ഇതൊക്കെ ധാരാളം ഇവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ കുറെ കടകളുണ്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങള്. എല്ലാരും ഓടുക കേട്ടോ, തണുപ്പ് കൊണ്ട് നിക്കാൻ വയ്യ. നമ്മുടെ അറ്റ്ലാന്റിക് സിറ്റിയുടെ പോലീസിന്റെ വണ്ടിയാണ് കേട്ടോ. തണുപ്പ് കിട്ടാതെ ഒരാൾ പുള്ളിക്കാരെ ഉന്തി തള്ളിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് കേട്ടോ കസ്റ്റമേഴ്സിന്. ഇവിടെ ആളില്ല കേട്ടോ, കൂടുതൽ ആളുകളും ഇൻഡോർ ആണ്. കാരണം തണുപ്പല്ലേ. നമ്മൾ പോകുന്നത് ആ ഒരു കസിനോയിലാണ്. ഈ കാണുന്നത് നമ്മുടെ ഒരു റെയിൻ ഫോറസ്റ്റ് കഫേ, എ വൈൽഡ് പ്ലേസ് ടു ഷോപ്പ് ആൻഡ് ഈറ്റ്. ഇതിൻ്റെ അകത്ത് ഈറ്ററിയും പിന്നെ ഒരു സുവനീസ് സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഇതാണ്. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ കണ്ടില്ലേ ഫുള്ള് അക്വേറിയംസ്, അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഒരു ഫുള്ള് കാട് പോലെ പിടിച്ചടക്കുന്ന ഇതാണ് കേട്ടോ. ഇത് ആക്ച്വലി ദുബായിൽ ഇതിൻ്റെ ഇതുണ്ട്. വന്നോ, ഓട് 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 ഓടണ്ടല്ലേ. നമ്മൾ കാസിനോടെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. കാസിനോടെ എല്ലായിടത്തും ഞാൻ ഒരു സ്പെഷ്യലി ടേബിൾ ഗെയിം ഒന്നും നടക്കുന്ന സ്ഥലത്ത് വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു കാസിനോയുടെ ഭാഗത്ത് ഇവിടെ കണ്ടോ ഒരു ഫൗണ്ടയിലെ കുറെ ആളുകൾ കോയിൻസ് ഇട്ടേക്കുന്നുണ്ടോ. എൻ്റെ അമ്മോ, ഇത് പറക്കിയാൽ തന്നെ അത്യാവശ്യം പൈസ കിട്ടും. മെക്സിക്കോക്കാരാണ് കേട്ടോ ഇത് കൂടുതൽ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് അറിയില്ല. മെക്സിക്കോക്കാരാണ് ഈ സംഭവം പ്രധാനമായിട്ട് ഇങ്ങനെ പൈസ ഇടുന്ന സംവിധാനം കേട്ടോ. എവിടെ ഇങ്ങനെ ഇതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചിട്ട് പൈസ ഇടും. മെക്സിക്കൻസ് ധാരാളം കാത്തലിക്സ്, അത്യാവശ്യം റിലീജിയസ് ആയിട്ടുള്ള ആളുകളാണ്. റോമൻ ശൈലിയിലാണ് കേട്ടോ ഈ കാണുന്ന ഒരു ഇവിടുത്തെ പ്രധാനപ്പെട്ട ലോബിയൊക്കെ വരുന്നത്. നമ്മുടെ സീസറിന്റെ സ്റ്റാച്ചു പുള്ളിയുടെ നൈമിലാണ് ഇത്. പുള്ളിയുടെ തീമാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. എന്തോ വാവ്, കൊളോസിയം ടീം.
അടിപൊളി അല്ലേ? ഇത് കൊളോസിയം ഫീൽ. ഇത് ഇവിടുത്തെ ഇവരുടെ റിസപ്ഷൻ ഫ്രണ്ട് ഡെസ്ക് ആണ് കേട്ടോ. കാസിനോയിൽ വന്നു. ഇവിടെ ചെറിയൊരു കൺസേർട്ട് നടക്കുന്നുണ്ട്. Sorry, you are not there in the video. You are not there in the video. I was just checking your. Yeah. He's a blogger with a million followers. പുള്ളിക്കാരൻ എന്നെ പൈസ നോക്കാൻ വേണ്ടി നോക്കുവാണ് കേട്ടോ. കളിച്ച് ഇറങ്ങി. ഞാൻ കളിച്ചിട്ടില്ല. ബ്രോ എത്ര കിട്ടി? $70 കിട്ടി. എത്ര കൊടുത്ത് എത്ര കിട്ടി? $70 കിട്ടി. $120 കളിച്ചു. $70 ലാഭം. $70 $16,500 രൂപ ലാഭം കിട്ടി. ബ്രോന് എനിക്ക് $35 $35 ലാഭം കിട്ടി. ലാഭം കിട്ടി. 3,300. ബ്ലാക്ക് ജാക്ക് കളിച്ചു. മറ്റേത് കളിച്ചിട്ട് മറ്റേ കളിച്ച് എന്റെ കാശ് പോയി. കാശ് പോയ കേട്ടോ. ബ്രോനോ? എനിക്ക് -30. കയ്യിൽ നിന്ന് പൈസ പോയ കേട്ടോ. നഷ്ടം. അൺലക്കിയുടെ എനിക്കൊന്നും പോയില്ല, ഒന്നും കിട്ടിയുമില്ല. വെള്ളം കിട്ടി ഫ്രീ ആയിട്ട്. നമ്മൾ വന്നത് ബാലീസിൽ നിന്നാണ് കേട്ടോ. 35 ഇത് കിട്ടിയത്. ആക്ച്വലി ഞാനന്ന് കെനിയയിൽ പോയപ്പം ഒരു മലയാളി ഫ്രണ്ടോട് കളിച്ച് പുള്ളിക്ക് അന്ന് $400 എന്തോ കിട്ടി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാലോ. ആദ്യമായിട്ടാണ് അന്ന് ഞാൻ കാസിനോയിൽ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ കാസിനോ പരിപാടി കൊള്ളാലോ, കുറച്ച് പൈസ ഇടുക കിട്ടുക. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പുള്ളിക്കാരൻ ആദ്യമായിട്ടാണ് കിട്ടിയത്. പുള്ളിക്കാരന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയതാണ് എനിക്ക് $500 കിട്ടിയത്. $500. The casino always wins. That's it. കസിനോ അവര് തന്നെ ജയിക്കുന്നുണ്ടായാലും. സാധനം ഒരു നമ്മള് ഒരിക്കലും അതിനകത്ത് പൈസ ഉണ്ടാക്കാൻ നോക്കണം. അധ്വാനിക്കുക, കഷ്ടപ്പെടുക, കാശ് കിട്ടുക. That's it. അതെ. രണ്ട് കാശ് അതുകൊണ്ടാണ് ഞാൻ ചൂതാടി പൈസ വെറുതെ കൊടുത്തു. നെറ്റിൽ നിന്ന് വേർപ്പാക്കിയ പൈസ കൊണ്ട് മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ. जिधर भी जाओगे नो प्रॉब्लम, डे नाइट में सेफ रहा. अरे इसको बंद करो यार. ഓക്കെ ബന്ദ് കർ रहा है. हाँ भैया. और कैश है, ओनली कैश है. ഓക്കെ ക്യാഷ് देगा कैश. हाँ भैया, हाँ बोलो. जे और वीरू कौन है? जे और वीरू कौन है इसमें? जे और वीरू कौन है? कोई भी नहीं है. अमिताभ बच्चन और धर्मेंद्र कोई नहीं है. नहीं कौन है? जतिंदर है कौन है? नहीं. अक्षय कुमार है. अक्षय नहीं कुमार नहीं है. नहीं नहीं मम्मूटी और मोहनलाल है. मोहनलाल है. अरे उधर का बनाओ महाराज. वो मेरा तो शक्ल हिंदुस्तान में 1 बिलियन है. इधर का बनाओ. ओके ओके ओके. अरे यार तुम भी लंड का समझता है. ബ്രോ നമ്മൾ ജാക്കറ്റ് അകത്ത് വെക്കാനായിട്ട് $5 കൊടുക്കണം, $500 കൊടുക്കണം. ഒരു തൊപ്പിക്ക് വരെ $500 കൊടുക്കണം. അതുകൊണ്ട് ലാസ്റ്റ് ബ്രോ വരുന്നില്ല. ബ്രോ താഴെ പോയി ഇത് കളിക്കാൻ വേണ്ടി പോകുന്നു. എന്നിട്ട് ബ്രോ നമ്മുടെ ജാക്കറ്റ് എല്ലാം വെക്കും. എല്ലാം കൂടെ 5,000 രൂപ അടുപ്പിച്ച് നമ്മൾ സേവ് ചെയ്ത് ഇത്. ബ്രോ കളിപ്പിലാണ്. കളിപ്പിലാണോ? You want to stand? Yep. Get it on video. Look, he's in. താങ്ക് യു. He is a famous. എന്റെ പാസ്പോർട്ട് അവിടെ സ്കാൻ ചെയ്ത് Actually, a million followers from India. He's just visiting. നമ്മൾ ഇനി ഈ ഒരു ക്ലബിലോട്ട് വന്നതാണ്. ക്ലബിൽ നിന്ന് ഇറങ്ങി ലിമോയിലോട്ട് കയറുവാണ് കേട്ടോ. ലിമോ എന്ന് പറയുമ്പോൾ നമ്മുടെ നീളമുള്ളത്. ഇത് നീളമുള്ള മറ്റേ ടൈപ്പ് ലിമോ അല്ല, ഇത് വേറെ വാൻ ടൈപ്പ് ലിമോയാണ്. എനിക്ക് വേണ്ടി ബ്രോ പറഞ്ഞതാണ് കേട്ടോ ലിമോയില്. ഞാൻ പറഞ്ഞില്ലേ വൈബിംഗ് awesome. No, നമ്മുടെ you can connect your phone and play whatever.